ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചത് ആൽഗേൻ്റെ കംപ്ലീറ്റ് ഒരു സെക്ഷനും പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൽഗ എന്താണ്, ആൽഗയുടെ എക്കോസിസ്റ്റം എന്താണ്, ആൽഗയുടെ എക്സിസ്റ്റൻസ് എങ്ങനെയാണ്, ആൽഗയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണ്, ആൽഗയുടെ യൂട്ടിലിറ്റി എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹോപ്പ് യു റിമെമ്പർ ഓൾ ദീസ്. അതിപ്പോൾ നമുക്കൊന്നൊരു 8:15 വരെയാണ് പറ്റുന്നത്. അപ്പോൾ മാക്സിമം ഇന്ന് തീർക്കാൻ പറ്റുന്ന പോർഷൻസ് തീർക്കാം. ഒരു സെക്കൻഡ്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ആൽഗയുടെ ഡിഫറെൻറ്റ് അസോസിയേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്തൊരു നമ്മൾ പ്ലാൻ കിങ്ഡം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാൻ കിങ്ഡം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒന്നുകൂടി റിമെമ്പർ ചെയ്യാണ്, പ്ലാന്റ് ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ടാവും. സോ ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന അടുത്തൊരു ടൈപ്പ് ഓഫ് പ്ലാൻ കിങ്ഡത്തിൽ വരുന്ന അടുത്തൊരു മെമ്പറാണ് ബ്രയോഫൈറ്റ്സ്. നിങ്ങൾ അടുത്ത ഹെഡിങ് എഴുതേണ്ടത് ബ്രയോഫൈറ്റ്സ്. ആൽഗെ പോലെ നിങ്ങൾ ആൽഗെ ഗ്രീൻ പ്ലാന്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പ്ലാന്റ് കിങ്ഡത്തിനകത്ത് വരുന്ന പ്ലാന്റിനെ പോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള വേറൊരാളാണ്, ദാറ്റ് ഈസ് ആൽഗെ. അതേപോലെ മറ്റൊരാളാണ് ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. ഓക്കെ, ആ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനകത്ത് വരുന്ന 3 പേരാണ്, മെയിൻ ആയിട്ടുള്ള 3 ആൾക്കാരാണ് മോസ്, ലിവർവേർട്സ്, ഹോൺവേർട്സ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. മോസസും ലിവർവേർട്സും ഓർത്തിരുന്നാൽ മതി. മോസസും ലിവർവേർട്സ് ആണ് NCERT-ക്കുള്ളിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഈ രണ്ടാൾക്കാരെ വെച്ചാൽ മതി. പ്ലാന്റ് കിങ്ഡത്തിനകത്ത് വരുന്ന ഓട്ടോട്രോഫിക് ആയിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള മെമ്പേഴ്സാണ് ബ്രയോഫൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ ഈ ബ്രയോഫൈറ്റ്സ് എന്ന പേര് നിങ്ങൾ കേട്ടിട്ടില്ലേലും ബ്രയോഫൈറ്റ്സിനകത്തുള്ള മെമ്പേഴ്സിനെ നിങ്ങൾക്ക് അറിയാം. ഞാനൊന്ന് നോട്ട് എടുത്തോട്ടെ, ഒരു സെക്കൻഡ്. ഓക്കെ, നോട്ട് 1. ബ്രയോഫൈറ്റ്സിനകത്ത് വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. യെസ്, അതിനകത്ത് ഒന്നാമത്തെ ആൾക്കാരാണ് മോസ്. ഞാൻ എഴുതി മോസ്, ലിവർവേർട്സ്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇത് അറിയാത്ത ആൾക്കാരാണെന്നുള്ളത്, പക്ഷെ അല്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇതാണ് മോസ്. കണ്ടിട്ടുണ്ടോ മോസസ് നമ്മൾ പായല് എന്നൊക്കെ പറയുന്നത്. സോ ദിസ് ഈസ് വാട്ട് മോസ്. അപ്പോൾ മോസ് നിങ്ങൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അറിയാം എവിടെയാണ് മോസസ് നോർമലി വരുന്നത്, കണ്ടുവരുന്നത് എവിടെയാണ്. മോസസ് കണ്ടുവരുന്നത് എവിടെയാണ് യൂഷ്വലി? റോക്സ്. കുറച്ചുകൂടി ലൈക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റോക്സ് എന്നുള്ളതല്ല, മോയിസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ്. മോയിസ്റ്റ്, വെറ്റ്, ഡാംപ് ആയിട്ടുള്ള കണ്ടീഷൻസിലേക്കാണ് മോസസ് വളരുന്നത്. നിങ്ങൾ റോക്സ് എന്ന് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അതിലേക്ക് ഞാൻ വരാം. ഇയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒബ്വിയസ്ലി കണ്ടിട്ടുണ്ടാവും. അടുത്ത ആളെ ഞാൻ കാണിച്ചു തരാം, ലിവർവേർട്സ്. ഇയാളെയും കണ്ടിട്ടില്ലേ? പല സ്ഥലങ്ങളിൽ ലിവർവേർട്സിനെ കണ്ടിട്ടില്ലേ? സോ ഈ മോസിന്റെയും ലിവർവേർട്സിന്റെയും പ്രത്യേകത ഇവരുടെ ഗ്രോത്തിന്റെ ഏർലി സ്റ്റേജിൽ, സെപ്പറേറ്റ് പേജിൽ എഴുതാം, മോസ്, ലിവർവേർട്സ്, ഹോൺവേർട്സ് പോലുള്ള ആൾക്കാർക്ക് ദേ നീഡ് വാട്ടർ ഫോർ ഇനിഷ്യൽ ഗ്രോത്ത് സ്റ്റേജ്. ഒന്ന് നല്ലോണം വളർന്നു കഴിഞ്ഞാൽ they don't need, later they don't need വാട്ടർ ഇല്ലാണ്ട് വളരാൻ പറ്റും. ഈ ഒരു പ്ലാന്റിനെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിലൊന്ന് വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് മോയ്സ്ചർ വേണം. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് വളർന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിന് വാട്ടർ കണ്ടന്റ് ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് സാധാ പ്ലാന്റ്സിനെ പോലെ വേണം, അല്ലാണ്ട് വാട്ടർ ലോക്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ മാത്രമേ വളരൂ എന്നുള്ളൊരു നിർബന്ധമില്ല.
അതുകൊണ്ട് തന്നെ ഈ മോസിനെ ലിവർവേർട്സിനെയും അല്ലെങ്കിൽ മൊത്തത്തിൽ ബ്രയോഫൈറ്റ്സിനെ മൊത്തത്തിൽ വിളിക്കുന്ന ഒരു ഫീച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടെർമിനോളജി ഉണ്ട്. ബ്രയോഫൈറ്റ്സ് ആർ നോൺ ആസ്, എനി ഐഡിയ? ബയോളജി പഠിച്ച ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രയോഫൈറ്റ്സിനെ മൊത്തത്തിൽ എന്താ വിളിക്കുന്നത്? യെസ്, ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എൻസിആർടിയിൽ നിന്ന് എടുക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ PVQ ആണേ. 1-2 വർഷം മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് മോസും ലിവർവേർട്സും ഒക്കെ. ഈ വെറ്റ് ആയിട്ടുള്ള മോയ്സ്റ്റ് കണ്ടീഷൻ ആയിട്ടുള്ള ചുവരിൽ വരാം, റോക്കിൽ വരാം, വുഡിന്റെ മേളിൽ വരാം. ഇപ്പൊ ഇവരെ ആംബിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ് വിളിക്കുന്നത് ബ്രയോഫൈറ്റ്സിന്റെ മൊത്തത്തിൽ. അതേപോലെ മോസ് ഫാമിലിയിൽ വരുന്ന വേറൊരു പ്രധാനപ്പെട്ട ആളാണ് സ്പാഗ്നം. ഇതിനെ വിളിക്കുന്നത് സ്പാഗ്നം മോസ് എന്നാണ്. സ്പാഗ്നം മോസ്. സ്പാഗ്നം മോസ് ഇതേപോലൊരു മോസ് ഫാമിലിയിൽ വരുന്ന വേറൊരാളാണ്. സ്പാഗ്നം മോസിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ബയോഫ്യൂൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. Sphagnum moss is mainly used for making biofuel. Okay. Done. അതിനുശേഷം നമുക്ക് മോസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ അറിയാം. മോസിനെ ലൈക്കണേ നോക്ക്. മോസ് ലൈക്കൺ. ലൈക്കൺ എന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. എന്താണ് ലൈക്കൺ? പറഞ്ഞോ. ലൈക്കൺ എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആണ്? ആൽഗെ ആൻഡ് ഫംഗൈ. ആൽഗെ ആൻഡ് ഫംഗയുടെ കോമ്പിനേഷൻ ആണ്. സോ ഇവിടെ ഈ ഫിഗറിനകത്ത് മോസസും ഉണ്ട്, ലൈക്കറും ഉണ്ട്. നിങ്ങളിവിടെ കണ്ടു പോയി കഴിഞ്ഞാൽ അറിയാൻ കഴിയും, റോക്ക് സർഫസിന്റെ മേളിലൊക്കെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഒരു പ്രീവിയസ് UPSC ക്വസ്റ്റ്യനിൽ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗാനിസംസ് does not necessary need soil to grow? ആ കൂട്ടത്തിൽ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ 1 മോസ്, ഓപ്ഷൻ 2 ലൈക്കൺ, ഓപ്ഷൻ 3 വേറൊരു ഓർഗാനിസം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസർ കൃത്യമായിട്ട് വരുന്നത് മോസും ലൈക്കണുമാണ്. 3ാമത്തെ ഓപ്ഷൻ വരില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു മഷ്റൂം ആണെന്ന് തോന്നുന്നു. മഷ്റൂം ആയിരുന്നു 3rd ഓപ്ഷൻ. ഓക്കെ, മഷ്റൂമിന് വളരണമെന്നുണ്ടെങ്കിൽ മഷ്റൂമിന് സോയിൽ ഉണ്ടെങ്കിലും വളരും. ആ ക്വസ്റ്റ്യന്റെ ഫ്രേസിങ് ഡിഫറെന്റ് ആയിരുന്നു. ആൻസർ മോസം ലൈക്കിനായിട്ട് വരുന്നതാണ്. കറക്റ്റ് NCERT എടുത്ത് അതേപോലെ ചോദിച്ചിരിക്കുന്നതാണ്. സോ മോസം ലൈക്കിനായിരുന്നു ആൻസർ ആയിട്ട് വന്നിരുന്നത്. ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. എന്താണ് ആ കൺസെപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റോക്ക് സർഫസ് നമ്മൾ എടുത്തു. ആ റോക്ക് സർഫസിൽ ആദ്യമായിട്ട് വന്ന ഓർഗാനിസം, ലൈഫ് ഫോംസേ ഇല്ലായിരുന്നു. ലൈഫ് ഫോംസ് ഇല്ലാതിരുന്ന ഒരു റോക്ക് സർഫസിൽ മഴ പെയ്തു, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചർ കാരണം എവിടെ നിന്നോ ഈ മോസിൻ്റെയും അല്ലെങ്കിൽ ലൈക്കൻസിൻ്റെ ഒക്കെ ഫംഗസിൻ്റെ ഒക്കെ സ്പോർ വന്ന് വീണിട്ട് പതുക്കെ അവിടെ മോസ് ലൈക്കൻ ഉണ്ടായി വന്നു. ആസ് ടൈം പാസസ്, മഴയും ഇടിയും മിന്നലും ഒക്കെ ഏറ്റിട്ട് ഈ റോക്ക് പതുക്കെ അങ്ങ് പൊടിയും. ഫൈനലി റോക്ക് എന്തായിത്തീരും? സോയിലായിത്തീരും. തുടക്കത്തിൽ നമുക്കിവിടെ മോസും ലൈക്കണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വൺസ് സോയിൽ ഉണ്ടായി, ഈ മോസും ലൈക്കണും ഒക്കെ ഡീകമ്പോസ് ചെയ്ത്, ബാക്ടീരിയ ഡീകമ്പോസ് ചെയ്ത് സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂടിക്കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ അവിടെ പുതിയ സ്പീഷീസ് ഉണ്ടായി വരും. അങ്ങനെ അങ്ങനെ ഇവിടെ പുതിയൊരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരും. ഇത് എൻവയോൺമെന്റിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഞാൻ എനിബഡി നെയിം ആ പ്രോസസ്സിന്റെ പേര്? ഓക്കെ, ഇക്കോളജിക്കൽ
succession. Ecological succession. ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മളിവിടെ അങ്ങ് പഠിച്ചു പോകണം. ഇക്കോളജിക്കൽ സക്സഷൻ. എഴുതിക്കോ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് linear development of an ecosystem. It is the process of linear development of an ecosystem, അല്ലെങ്കിൽ progressive development of an ecosystem. നോക്ക്, ഇവിടെ ഇക്കോളജിക്കൽ സക്സഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആരും ഇല്ലായിരുന്നു. ഒരു ബെയർ ആയിട്ടുള്ള റോക്കാണ്. അവിടെയാണ് ആദ്യമായിട്ടൊരു സ്പീഷീസ് വന്നിട്ട് ഒക്കുപ്പൈ ചെയ്തത്. ആദ്യമായിട്ട് ആ എക്കോസിസ്റ്റത്തിന്റെ ഇനിഷ്യേഷന് കാരണമായിട്ടുള്ള ഈ മോസും ലൈക്കൺ ഉൾപ്പെടുന്ന സ്പീഷീസിനെ, മോസ്, ലൈക്കൺ, ലിവർ വേർട്ട് പോലുള്ള സ്പീഷീസിനെ നമ്മളിവിടെ ഒരു ടേം ഇട്ട് വിളിക്കും. ആ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. പൈനിയർ സ്പീഷീസ്. എക്കോളജിക്കൽ സക്സഷന്റെ ഫസ്റ്റ് സ്റ്റേജിലുള്ള ആൾക്കാർ. കുറേ കഴിയുമ്പോഴത്തേക്ക് പൈനിയർ സ്പീഷീസ് ഇടയ്ക്കിടയ്ക്ക് വേറെ വേറെ സ്പീഷീസിന് വഴിമാറി കൊടുക്കും. ഈ ഇടയ്ക്കുണ്ടാവുന്ന സ്പീഷീസ് എല്ലാം അൺസ്റ്റേബിൾ ആയിരിക്കും. അവർ ഡെവലപ്പ് ചെയ്യും, ഡിസ്ട്രോയ് ചെയ്യും. ഇങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഈ സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് സെറേ സ്പീഷീസ് അല്ലെങ്കിൽ സെറേ കമ്മ്യൂണിറ്റി. സെറേ കമ്മ്യൂണിറ്റീസ് ഇങ്ങനെ ഓരോന്നർക്കും ഓരോ ആൾക്കാരായിട്ട് വഴിമാറി കൊടുത്ത് ഡെവലപ്പ് ചെയ്ത് ഫൈനലി അവിടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഏറ്റവും ഫൈനലി ഡെവലപ്പ് ചെയ്യുന്ന എക്കോസിസ്റ്റത്തിന് അല്ലെങ്കിൽ ആ സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. ക്ലിയർ? ഓക്കെ അല്ലേ? 3 ടേമാണ് നമ്മളോട് പറഞ്ഞത്. പൈനിയർ സ്പീഷീസ്, സെറേ കമ്മ്യൂണിറ്റി, ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. പൈനിയർ സ്പീഷീസ്, സെറേ സ്പീഷീസ്, ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി, ക്ലൈമാക്സ് സ്പീഷീസ്. ക്ലിയർ? ഓക്കെ, മൂവിങ് ഓൺ. ജസ്റ്റ് ഇക്കോളജിക്കൽ സക്സഷനുമായിട്ട് ബന്ധപ്പെട്ട 1-2 ടേമുകളിലൂടെ ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് 1-2 നിങ്ങൾ റെഫർ ചെയ്യണം. റെഫർ ചെയ്തിട്ട് വീഡിയോൻ്റെ ഇടയിൽ പോയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. കാരണം എല്ലാം ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓപ്ഷനൊന്നും തരുന്നില്ല, നിങ്ങൾക്ക് തന്നെ ഉത്തരം പറയാനായിട്ട് കഴിയും. ട്രോപ്പിക്കൽ റീജിയനിൽ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആകാൻ പറ്റിയ ഒരു സ്പീഷീസിന്റെ പേര് പറഞ്ഞ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ പേര് പറഞ്ഞ. ട്രോപ്പിക്കൽ റീജിയനിൽ ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു എക്കോസിസ്റ്റത്തിന്റെ പേര് പറഞ്ഞേ. യെസ്, വെറും ഫോറസ്റ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞത്. യെസ്, എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുകയാണ്, അതിന്റെ ഉത്തരം പറഞ്ഞു പോയാൽ മതി. ദെൻ ഇതിനകത്ത് പൈനിയർ സ്പീഷീസ്, സെറേ കമ്മ്യൂണിറ്റി, ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി, ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേജ് ഏതാണ്? ഓക്കെ, ശരി, ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. സ്റ്റെബിലിറ്റി. അടുത്ത, ഒരു റിവർ ഡെൽറ്റ എക്കോസിസ്റ്റത്തിൽ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിന്റെ പേര് പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞേ. റിവർ ഡെൽറ്റ എക്കോസിസ്റ്റത്തിൽ നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സ് ഞാനൊന്ന് ചെയ്യണം. യെസ്, ഗുഡ്. റിവർ ഡെൽറ്റ എക്കോസിസ്റ്റം, യെസ്, മാംഗ്രൂവ്സ്. ഓക്കെ. ദെൻ
അടുത്തൊരു സ്റ്റേജ് ഞാൻ പറയാണ്, അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയാണ്, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പറയാ. ക്ലൈമാക്സ് community formed after an ecological succession process is never liable to change. True or false? Climax community formed after an ecological succession is never liable to change. എല്ലാവരും false എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി സ്റ്റേബിൾ ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും നോട്ട് ലയബിൾ ടു ചേഞ്ച് എന്ന് പറഞ്ഞിട്ടില്ല. യെസ്, ഇറ്റ് ക്യാൻ ചേഞ്ച്. ഇത് ഫാക്ട് തെറ്റാണ്, ഫോൾസ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു റോക്കുണ്ട്, പൈരിയ സ്പീഷീസ് വന്നു, സെറേ സ്പീഷീസ് വന്നു. ഇമാജിൻ ഇതൊരു ട്രോപ്പിക്കൽ റീജിയൻ ആണ്. ട്രോപ്പിക്കൽ റീജിയനിൽ കുറച്ച് ഫോറസ്റ്റ് ഉണ്ടായി. പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് വരുവാണ്, ഒരു ലൈറ്റ്നിങ് സ്ട്രൈക്ക് ചെയ്തു, അവിടെ ഫോറസ്റ്റ് ഫയർ ഉണ്ടായി. ആ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കംപ്ലീറ്റ് ബേൺ ഔട്ട് ആയി. പിന്നെയും അവിടെ ഒരു റെയിൻ ഫോറസ്റ്റ് ഉണ്ടായി വരാനായിട്ട് ഒത്തിരി സമയമെടുക്കില്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഉണ്ടായി വരുന്ന സ്പീഷീസിന്, ആദ്യം ഉണ്ടായി വരുന്ന സ്പീഷീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണോ നിർബന്ധമില്ല. വേറെ കാര്യം എടുത്ത് നോക്കുക, എന്തെങ്കിലും ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഇവിടെ കംപ്ലീറ്റ് ഡ്രോട്ട് വരികയാണ്. ക്ലൈമറ്റ് ചേഞ്ച് കാരണം പതുക്കെ പതുക്കെ ഫോറസ്റ്റ് ഇല്ലാണ്ടായി പോയി. ആ ഫോറസ്റ്റ് നിന്നെടുത്ത് കുറച്ച് ഗ്രാസ് ലാൻഡ് ആണ് പിന്നീട് ഉണ്ടായത്. സി, അപ്പൊ ഇതും ഒക്കെ ഓരോരോ ചേഞ്ചസ് അല്ലേ. അപ്പൊ ഇവിടെ രണ്ട് ഇവന്റ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. 0-യിൽ നിന്ന് 1 ഒരു ചേഞ്ച് ഞാൻ പറഞ്ഞു തന്നു. അവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും പല രീതിയിൽ ചേഞ്ചസ് സംഭവിക്കാം. ഡ്യൂ ടു നാച്ചുറൽ കോസസ്, ആന്ത്രപ്പോജനിക് കോസസ്, ചേഞ്ചസ് സംഭവിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്കോളജിക്കൽ സക്സഷനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ ഒക്കറൻസ്, ecological succession is classified as primary succession and secondary succession. ഡെഫിനിഷൻ ഒക്കെ നിങ്ങൾ നോക്കി എഴുതിക്കൊണ്ടാൽ മതി. ഐഡിയ എന്താണെന്നുള്ളത് മനസ്സിലായോ? പ്രൈമറി സക്സഷൻ ആൻഡ് സെക്കൻഡറി സക്സഷൻ. ക്ലിയർ? ഓക്കെ. ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തോ. സോ സക്സഷൻ രണ്ട് ടൈപ്പാണ് പറയുന്നത്. പ്രൈമറി സക്സഷൻ ആൻഡ് സെക്കൻഡറി സക്സഷൻ. മതി. അപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം. പ്രൈമറി സെക്ഷൻ എക്സാമ്പിൾ ഒരു ബെയർ റോക്കിൽ നിന്ന് ഒരു ഗ്രാസ് ലാൻഡ് കമ്മ്യൂണിറ്റി ഉണ്ടാവും, ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ. സെക്കൻഡറി സക്സഷൻ ഈ ഒരു ലൈറ്റ്നിങ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെയൊക്കെ ഉണ്ടായത്. ആലോചിച്ച് നോക്കിയാൽ മതി. ഇനി ഇമാജിൻ ഒരു ഗ്രാസ് ലാൻഡ് നമുക്കിവിടെ ഉണ്ട്. ഗ്രാസ് ലാൻഡ് ഇവിടെ ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ്. ഇമാജിൻ സാവന്ന ഗ്രാസ് ലാൻഡ് ആണ്. ക്ലൈമറ്റ് ചേഞ്ച് കാരണം പതുക്കെ പതുക്കെ അവിടുത്തെ മോയ്സ്ചറൊക്കെ പതുക്കെ ഇല്ലാണ്ടായി പോയി. ഡ്രോട്ട് വന്നു. പതുക്കെ പതുക്കെ സാവന്ന എന്ന് പറയുന്നത് ഒരു ഡെസേർട്ട് എക്കോസിസ്റ്റം ആയിട്ട് മാറി. ദിസ് ഈസ് എ സക്സഷൻ.
Example of a succession. Yes. Yes. ഇപ്പൊ ഇവിടെ ഈ സക്സഷൻ ഉണ്ടാക്കിയത് ബയോട്ടിക് ഈ എക്കോസിസ്റ്റത്തിനകത്തുള്ള ബയോട്ടിക് കമ്പോണൻസ് ആണോ അബയോട്ടിക് കമ്പോണൻസ് ആണോ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാക്കി തന്നത്? നമ്മളിപ്പോ ഈ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ബയോട്ടിക് ആണോ അബയോട്ടിക് ആണോ? യെസ്. ഒരു എക്കോസിസ്റ്റത്തിനകത്ത് ഈ ഒരു പെർട്ടിക്കുലർ എക്കോസിസ്റ്റത്തിനകത്തുള്ള എബയോട്ടിക് കമ്പോണൻസ് ഡ്രൈവ് ചെയ്തത് കൊണ്ടാണ് സക്സഷൻ ഉണ്ടായത്. അങ്ങനെയുള്ള സക്സഷനെ വിളിക്കുന്ന പേരാണ് അലോജെനിക് സക്സഷൻ. അലോജെനിക് സക്സഷൻ. ഇനി ഇതേ എക്സാമ്പിൾ തന്നെ ഞാൻ വേറെ രീതിയിൽ പറയുകയാണ്. ഗ്രാസ്ലാൻഡ് ഉണ്ട്. ഗ്രാസ്ലാൻഡ് ഒരു ഡെസേർട്ട് എക്കോസിസ്റ്റം ആയിട്ട് മാറി. നോട്ട് ബിക്കോസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ബട്ട് ബിക്കോസ് ഓഫ് ഓവർ ഗ്രേസിങ്. അവിടുത്തെ ഹെർബിവോഴ്സ് ഓവർ ഗ്രേസ് ചെയ്ത് ഗ്രാസ്ലാൻഡ് കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കി. So this succession is caused by biotic components of that ecosystem. ഈ സക്സഷനെ വിളിക്കുന്ന പേരാണ് ഓട്ടോജെനിക് സക്സഷൻ. ഓട്ടോജെനിക് സക്സഷൻ. ക്ലിയർ? ഓക്കെ. ദെൻ ഫൈനലി ഒരു സ്റ്റേറ്റ്മെന്റോട് പറഞ്ഞിട്ട് നിർത്തുകയാണ്. സക്സഷൻ ഇത്രയൊക്കെ അറിഞ്ഞു വെച്ചാൽ മതി. ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാണ്. Succession process always leads to the development of a single climatic species. True or false? Succession process always leads to the development of a single climatic species. Say for example, റിവർ ഡെൽറ്റ ആണെന്നുണ്ടെങ്കിൽ റിവർ ഡെൽറ്റയുടെ ക്ലൈമാക്സ് സ്പീഷീസ് എപ്പോഴും മാംഗ്രൂവ്സ് ആയിരിക്കും. മാംഗ്രൂവ് സ്പീഷീസ് മാത്രമായിരിക്കും. ട്രൂ ഓർ ഫാൾസ്? Am I audible? Okay, false. False. Okay, the statement is false. നിങ്ങൾ തന്നെ ആലോചിക്കാൻ പോരെ, കൂടുതലും ഉണ്ടാവുന്നത് മാംഗ്രൂവ്സ് ആണ്. പക്ഷെ മാംഗ്രൂവ്സ് അല്ലാത്ത സ്പീഷീസും ഉണ്ടാവാം. വേണമെങ്കിൽ അടുത്തുള്ള ഒരു ഫോറസ്റ്റ് തന്നെ ഉണ്ടാവാം വേണമെന്നുണ്ടെങ്കിൽ. ഒന്നും ഉണ്ടാവാതെ ഇരിക്കാം. ബിക്കോസ് സക്സഷനുള്ളിലെ പല പല തിയറീസ് ഉണ്ട്. മോണോ ക്ലൈമാറ്റിക് തിയറി, പോളി ക്ലൈമാറ്റിക് തിയറി, ക്ലൈമാറ്റിക് തിയറി, അങ്ങനെയൊക്കെ പല പല തിയറീസ് ഉണ്ട്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. കൺസെപ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഓക്കെ, am I clear? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്കായിട്ട് തരുകയാണ്. വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്താൽ മതി. വെസ്റ്റേൺ ഗാട്സിൻ്റെ സദേൺ എൻഡിൽ എബവ് 1400 മീറ്റർ കാണുന്ന ഒരു എക്കോളജിക്കൽ സക്സഷൻ്റെ ഭാഗമായിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഒരു ക്ലൈമാറ്റിക് വെജിറ്റേഷൻ ഉണ്ട്. ഏതാണ് ക്ലൈമാറ്റിക് വെജിറ്റേഷൻ എന്നുള്ളത് V2 കമൻറ്റ് ചെയ്താലും മതി.
വെസ്റ്റേൺ ഗാട്സിന്റെ സതേൺ എൻഡ് ടുവേർഡ്സ് സതേൺ എൻഡിൽ കേരളത്തിലും ഇടുക്കിയിലും ഒക്കെ കാണാം. എബവ് 1400 മീറ്റർ. ഈ 1400 മീറ്റർ ഒരു എക്സാക്ട് വാല്യൂ അല്ല, ഏതാണ്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ക്ലൈമാറ്റിക്, നമ്മൾ ക്ലൈമാറ്റിക് വേറൊരു ടൈപ്പ് ക്ലൈമാറ്റിക് ക്ലൈമാക്സ്, ഇങ്ങനെ പല ടൈപ്പ് ക്ലൈമാക്സിലുണ്ട്. അപ്പോൾ ക്ലൈമാറ്റിക് വെജിറ്റേഷൻ ഉണ്ട്, ക്ലൈമറ്റ് കാരണം രൂപം കൊണ്ട ഒരു വെജിറ്റേഷൻ ഉണ്ട്. ഏതാണ് ആ വെജിറ്റേഷൻ എന്നുള്ളത് ആലോചിച്ച് നോക്കി അതിനെപ്പറ്റി ഒന്ന് വായിച്ചു വെച്ചേക്കാം. ക്ലിയർ? അതിനടിയിൽ ആൻസർ പോയിട്ട് കമൻറ്റ് ചെയ്താൽ മതി. എന്താണെന്നുള്ളത് അടുത്ത ദിവസം ഞാൻ പറയാം. ശരി, അപ്പം ഇത്രയാണ് സക്സസിനെ പറ്റി അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഡൺ. ശരി, നമ്മൾ അടുത്ത പ്ലാൻ കിങ്ഡത്തിനകത്ത് വരുന്ന അടുത്ത ആളിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്, വേഗം വേഗം പറഞ്ഞു പോവാം. സോ ഇത് അടുത്ത ആളാണ് സിയാനോ ബാക്ടീരിയ. നെക്സ്റ്റ് ആളാണ് സിയാനോ ബാക്ടീരിയ. സിയാനോ ബാക്ടീരിയന്റെ വേറൊരു പേര് ബ്ലൂ ഗ്രീൻ ആൽഗെ. ഒരു ആൽഗെ അല്ല, ആൽഗെ ഒരു മിസ്നോമറാണ്. സിയാനോ ബാക്ടീരിയ എഴുതിക്കോ. Cyanobacteria is a photosynthetic bacteria. Cyanobacteria is a photosynthetic or photoautotrophic bacteria which has chlorophyll content. Do they have chloroplast? Chloroplast ഉണ്ടോ അവർക്ക്? No. So there is no chloroplast. Okay, they have only chlorophyll. അതെന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എവല്യൂഷൻ ആണത് ബേസിക്കലി. ആദ്യം ജോയിൻ ചെയ്ത ഇവോൾവ് ചെയ്ത ബാക്ടീരിയ ഓർഗാനിസത്തിൽ ക്ലോറോഫില്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് വരുന്ന ഓർഗാനിസത്തിലാണ് ആ ക്ലോറോഫില്ല് ഉള്ള ഒരു പ്രത്യേക ഓർഗാനിസം തന്നെ ഉണ്ടായി മാറിയത്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സെല്ല് ഓർഗാൻ ഉണ്ടായത് പിന്നീടാണ്. ദാറ്റ് ഈസ് സിയാനോബാക്ടീരിയ, കോമൺലി നോൺ ആസ് ബ്ലൂ ഗ്രീൻ ആൽഗെ. പ്രധാനപ്പെട്ട രണ്ട് എക്സാമ്പിൾ ആണ് നോസ്റ്റോക്ക് ആൻഡ് അനബീന. നോസ്റ്റോക്ക് ആൻഡ് അനബീന. Nostoc and Anabina are examples of cyanobacteria. ഈ രണ്ട് എക്സാമ്പിളും പഠിച്ചു വെച്ചേക്കാം, UPSCയുടെ ഫേവറേറ്റ് എക്സാമ്പിൾ ആണ്. So they are blue green algae, but they are not algae per se, commonly known as blue green algae. പ്ലാന്റ് കിങ്ഡത്തിനകത്ത് വരുന്ന ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ആണ്. Are they prokaryote or eukaryote? Are they prokaryote or eukaryote? Prokaryote. Okay. ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു തരാം. ഉത്തരം നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. സെല്ലുലാർ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ട് ഓർഗാനിസത്തിനെ രണ്ടായിട്ട് തിരിക്കാം. Organisms can be divided into two: prokaryote and eukaryote. വളരെ സിമ്പിൾ ആയിട്ടുള്ള
സെൽ സ്ട്രക്ചർ ഉള്ള ഓർഗാനിസം ആണ് പ്രോകാരിയോട്ട്. അവരിൽ സെപ്പറേറ്റ് ന്യൂക്ലിയസ് ഒന്നും ഉണ്ടാവൂല. ന്യൂക്ലിയസ് ഉണ്ടാവൂല, ഓരോരോ ചേമ്പേഴ്സ് ഒന്നും ഉണ്ടാവൂല, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒന്നുമില്ല. എല്ലാം കൂടി ചേർത്തിട്ട് ഒരിടത്ത് തന്നെ കാണും. ദിസ് ഈസ് പ്രോകാരിയോട്ട്. പ്രോ മീൻസ് ആബ്സെൻസ് ഓഫ് എ ട്രൂ ന്യൂക്ലിയസ്. പക്ഷെ യൂകാരിയോട്ട് മീൻസ് presence of true nucleus. സോ യൂകാരിയോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഹ്യൂമൻസിന്റെ ഒക്കെ സെൽ എടുത്ത് നോക്കുക. ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും, മൈറ്റോകോൺട്രിയ ഉണ്ടാവും, വേസ്റ്റ് പ്രോസസ് ചെയ്യാനുള്ള ഓർഗാനിസംസ് ഉണ്ടാവും, പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാനുള്ള ഓർഗാനിസം ഉണ്ടാവും, ഇങ്ങനെ തന്നെ പല പല ആൾക്കാരുണ്ടാവും. ദിസ് ഈസ് യൂകാരിയോട്ട്. അപ്പോൾ നിങ്ങളുടെ വർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കുറച്ച് ആൾക്കാരുടെ പേര് പറയും. ഈ ആൾക്കാരെ നിങ്ങൾ പ്രോകാരിയോട്ടെന്നും യൂകാരിയോട്ടെന്നും രണ്ടായിട്ട് തിരിച്ചിട്ട് ആ വീഡിയോൻ്റെ ഇടയിൽ പോയിട്ട് ആരൊക്കെയാണ് പ്രോകാരിയോട്ട് ആരൊക്കെയാണ് യൂകാരിയോട്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഒന്ന് നമ്മൾ ഇന്ന് പഠിക്കുന്ന ആൾക്കാർ. ഇപ്പം ഇന്ന് പഠിക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിയാനോ ബാക്ടീരിയോട്ട് തുടങ്ങാം. സിയാനോ ബാക്ടീരിയ, ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരുടെ പേര് ഞാൻ തൽക്കാലത്തേക്ക് എഴുതുകയാണേ. കുറച്ച് ആൾക്കാരുടെ പേര് ഞാൻ ഇവിടെ എഴുതുകയാണ്. ഡയാറ്റംസ്, ഡൈനോഫ്ലജല്ലേറ്റ്സ്, യുഗ്ലീന, അമീബ, ഹൈഡ്ര. തൽക്കാലം ഇത്രയും മതി. ആർക്കെ ബാക്ടീരിയ, ആർക്കെ ബാക്ടീരിയ. ഇത്രയും ആൾക്കാരെ നിങ്ങൾ പ്രോകാരിയോട്ട് എന്നും യൂകാരിയോട്ട് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ട് ആരൊക്കെ പ്രോകാരിയോട്സ് ആണ് ആരൊക്കെ യൂകാരിയോട്സ് ആണ് എന്നുള്ളത് ഒന്ന് വീഡിയോയിനിടയിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, അടുത്ത ദിവസം പറഞ്ഞുതരാം. ഞാൻ 2 ഹോംവർക്ക് തന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഹോംവർക്കാണ്. പിന്നെ ഏതാ ഹോംവർക്ക് തന്നത്? ഒരെണ്ണം തന്നു. ഒരു വർക്ക് ഞാൻ വർക്കൊന്ന് ഓർത്ത് വെച്ചേക്കട്ടെ. പിന്നെ തന്ന വർക്ക് ഏതായിരുന്നു? ആ, ഒരു ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റീൻ്റെ വർക്ക് തന്നിട്ടുണ്ട്. 2 വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. 2 കമൻറ്റ് ചെയ്തേക്കാം. സോ നമുക്ക് മൂവ് ഓൺ. നമ്മൾ സിയാനോ ബാക്ടീരിയക്കുള്ളിൽ ഇത്രയും പഠിച്ചാൽ മതി. ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആണ്. ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് കോമൺ ആയിട്ട് വിളിക്കും. ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രസൻസ് ഉണ്ട്. പിന്നെ 2 എക്സാമ്പിൾ, നോസ്റ്റോക്കും അനബീനെ. ഈ 2 എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കാം. ദെൻ പ്ലാന്റ് കിങ്ഡത്തിനകത്തേക്ക് മൂവ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട 2 ആൾക്കാരാണ്, ഏറ്റവും പ്രധാനപ്പെട്ട 2 ആൾക്കാരാണ്. 2 ആൾക്കാരുടെ പേര് എഴുതി വെച്ചോ. ഡയാറ്റംസ് ആൻഡ് ഡൈനോഫ്ലജല്ലേറ്റ്സ്. ഡയാറ്റംസ് ആൻഡ് ഡൈനോഫ്ലജല്ലേറ്റ്സ്. വേറെ ഈ ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്കുള്ളിൽ ഒരു കാര്യം പറയേണ്ടത്, നോർമലി സിയാനോ ബാക്ടീരിയ കാണുന്നത് ഫ്രഷ് വാട്ടറിലാണ്. നോർമലി ഫ്രഷ് വാട്ടറിലാണ് കാണുന്നത്. ദെൻ മൂവിങ് ഫോർവേഡ് നമുക്ക് വേണ്ട ഡയാറ്റംസ്. ഡയാറ്റംസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഫീച്ചർ, ഒരു മിനിറ്റ് സ്ക്രീൻ ഷെയർ ആവുന്നില്ല, ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെയും ഷെയർ ചെയ്യാം. ഓക്കെ, ഒരിക്കൽ കൂടി ഷെയർ ചെയ്യാം. ഓക്കെ, ഇതാണ് ഡയാറ്റംസ്. ഡയാറ്റംസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ഫീച്ചർ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് വിസിബിളി എന്തെങ്കിലും ഫീച്ചർ തോന്നുന്നുണ്ടോ ഡയാറ്റംസിന്? ഡയാറ്റംസിന്റെ ഡെഫിനേഷൻ ഒക്കെ നമുക്ക് പിന്നീട് എഴുതാം. കാണുമ്പോൾ എന്താ തോന്നുന്നത്? പറഞ്ഞോ വേഗം. ഡയാറ്റംസും ഡൈനോഫ്ലജല്ലേറ്റ്സും പഠിച്ചിട്ട് നമുക്ക് നിർത്താം. ഡയാറ്റംസിനെ കാണുമ്പോഴത്തേക്ക് എന്താ തോന്നുന്നത്? ട്രാൻസ്പാരന്റ് ആണെന്ന് തോന്നുന്നുണ്ടോ?
കാണുമ്പോൾ യെസ്. എന്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്? ഡയാറ്റംസ് ആർ മെയ്ഡ് ഓഫ് കാർബൺ. ട്രൂ ഓർ ഫാൾസ്? ഡയാറ്റംസ് ആർ മെയ്ഡ് ഓഫ് കാർബൺസ്. നോക്കിയിട്ട് പറയും. ക്ലൂ തരാം. ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ പേര് പറഞ്ഞ്. ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ഗ്ലാസ്. ഗ്ലാസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോർമലി? സിലിക്ക. ഡയാറ്റംസ് എന്ത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്? സിലിക്ക. അപ്പൊ ഡയാറ്റംസിന്റെ ഡെഫിനിഷൻ എഴുതിക്കോ. ദീസ് ആർ മറൈൻ സിലിക്കേറ്റ് phototropic organisms. These are a large group of marine silicate phototropic organisms. അത്ര അർത്ഥം വെച്ചാൽ മതി. പക്ഷെ ഡയാറ്റംസ് യു പി എസ് ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. ഡയാറ്റംസ് മൾട്ടിപ്പിൾ ടൈമിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ ഡയാറ്റംസ് മരിച്ചു പോകുമ്പോഴത്തേക്ക് ഡയാറ്റംസിനെ കളക്ട് ചെയ്തിട്ട് അതിനെ പൊടിക്കും. പൊടിച്ചിട്ട് ഇത് ഇങ്ങനെ ഒരു പൗഡർ ഉണ്ടാക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡയാറ്റമേഷ്യസ് എർത്ത്. ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് വിളിക്കും. ഡയാറ്റസിനെ പൊടിച്ചിട്ടാണ് ഈ പൗഡർ ഉണ്ടാക്കുന്നത്. മെയിൻലി കോസ്മെറ്റിക് ഇൻഡസ്ട്രി അതുപോലുള്ള ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പൗഡറാണ്. കീർത്തന ഇത് എവിടുന്നാണ് കേട്ടിട്ടുള്ളത്? ഡയാറ്റമേഷ്യസ് എർത്തൊക്കെ എൻ സി ആർ ടി വായിച്ചോ? ഇല്ലേ? ബോട്ടണി സ്റ്റുഡൻ്റ് ആണോ? ഓക്കെ, ശരി. അപ്പോൾ ഈ ഡയാറ്റമേഷ്യസ് എർത്ത് ഒന്ന് നോക്കി വെച്ചേക്കുക. ഇതൊക്കെ എൻ സി ആർ ടിക്കകത്ത് മെൻഷൻ ചെയ്തേക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുക അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. ദിസ് ഈസ് എ ഡയാറ്റമേഷ്യസ് എർത്ത്. മതി, ഇത്രയും അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഡയാറ്റമേഷ്യസ് പോലെ തന്നെ കടലിൽ കാണുന്ന വേറൊരാളാണ് ദേ കാണുന്ന ഡൈനോഫ്ലജല്ലേറ്റ്. ഡൈനോഫ്ലജല്ലേറ്റ് സെയിം തന്നെയാണ്. സിലിക്ക കമ്പൗണ്ടും ഉണ്ട്. Dinoflagellates is another group of photosynthetic organisms. ഇതെല്ലാം മൈക്രോസ്കോപ്പിക് ആണ്. ഓൾ ദീസ് ആർ മൈക്രോസ്കോപ്പിക്. എന്നിട്ട് ഒരു സെന്റൻസ് കൂടെ എഴുതിക്കോ. ബോത്ത് ഡയാറ്റംസ് ആൻഡ് dinoflagellates or diatoms and dinoflagellates together form largest group of photosynthetic organisms. Together form largest group of photosynthetic organisms. ഇവർ മറൈൻ ആകാം, ഫ്രഷ് വാട്ടറിലും വേണമെന്നുണ്ട് ഡൈനോഫ്ലാജെല്ലേറ്റ്സ് കാണാം. പക്ഷെ മോസ്റ്റ്ലി മറൈൻ ആണ്. മോസ്റ്റ്ലി മറൈൻ ആണ്. ഓക്കെ, ക്ലിയർ. പിന്നെ ഈ ഡയാറ്റത്തിനും ഡൈനോഫ്ലാജെല്ലേറ്റ്സിനൊക്കെ പോസിറ്റീവ് ഇമ്പാക്ട്സ് മാത്രമല്ല ഉള്ളത്, നെഗറ്റീവ് ഇമ്പാക്ട്സും വരാം. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ടേം കേട്ടിട്ടുണ്ടോ? റെഡ് ടൈറ്റ്സ്. റെഡ് ടൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫിനോമിനോൻ ആണ്. വാട്ടറിന്റെ കളർ മാറുന്നതാണ്, റെഡ് കളർ ആകുന്നതാണ്. റെഡിഷ് ഓറഞ്ചിഷ് കളറൊക്കെ ആകും. ഇതിൻ്റെയൊക്കെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് ഡയാറ്റംസും ഡൈനോഫ്ലജല്ലേറ്റ്സും അല്ലെങ്കിൽ ചിലപ്പോൾ ആൽഗയും ആകാം.
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൽഗെ ആകാം. ഇപ്പം ഡയാറ്റംസ്, ഡൈനോഫ്ലജല്ലേറ്റ്സ്, ആൽഗെ പോലുള്ള മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് വാട്ടറിൽ കൂടുതലും സ്പ്രെഡ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അക്യൂമുലേറ്റ് ചെയ്യുമ്പോഴാണ് വാട്ടറിന്റെ കളർ മാറിയിട്ട് ഈ ഒരു പാറ്റേൺ വരുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് റെഡ് ടൈഡ്സ്. ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ശരി. ഞാൻ നിൽക്കട്ടെ. ഞാൻ നേരത്തെ കാണിച്ചു തന്നതിൽ ഇതാണ്. ഇയാളെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലൊക്കെ? നേരത്തെ പറഞ്ഞ നോസ്റ്റോക്ക് ബാക്ടീരിയ ആണ്. നോസ്റ്റോക്ക് ബാക്ടീരിയ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ? സ്ട്രക്ചർ ആണ് മെയിൻലി ഡിഫറൻസ്. സ്ട്രക്ചറും കോമ്പോസിഷനൊക്കെ ഡിഫറെൻ്റ് ഉണ്ട്. ഡൈനോഫ്ലജല്ലേറ്റ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സിലിക്കൺ അല്ല. പിന്നെ ഡൈനോഫ്ലജല്ലേറ്റ്, ഫ്ലജെല്ലം ഉണ്ടാവും. ഫ്ലജെല്ലം, അതിനെ മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഫ്ലജെല്ലം ഉണ്ടാവും. അനാട്ടമിക്കൽ ഡിഫറൻസ് ഉണ്ട്, കോമ്പോസിഷണൽ ഡിഫറൻസ് ഉണ്ട്. ബാക്കിയൊക്കെ സിംഗിൾ സെല്ലർ ഓർഗാനിസം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, നേരത്തെ ഞാനൊരു ബാക്ടീരിയന്റെ പേര് പറഞ്ഞു, സിയാനോ ബാക്ടീരിയ. NCERT കൊടുത്തേക്കുന്ന ഇമേജ് ആണ് നോസ്റ്റോക്ക്. നോസ്റ്റോക്കിനെ നമ്മൾ കോമൺലി ഒരു ബയോഫ്യൂൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നോസ്റ്റോക്ക് ഈസ് കോമൺലി യൂസ്ഡ് ആസ് ബയോഫ്യൂൽ. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നോസ്റ്റോക്ക് മാത്രമല്ല ബയോഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നോസ്റ്റോക്ക് ഈസ് എ മേജർ സോഴ്സ് ഓഫ് ബയോഫ്യൂൽ. ഇത് നോസ്റ്റോക്ക് കോളനിയാണ് ഈ കാണുന്നത്. നോസ്റ്റോക്ക് എന്താണ്? നോസ്റ്റോക്ക് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഏത് കാറ്റഗറിയിലാണ് നോസ്റ്റോക്ക് വരുന്നത്? ബ്ലൂ ഗ്രീൻ ആൽഗെ. ഇത് അനബീന. അനബീന. ഈ രണ്ട് പേരൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ദെൻ പ്ലാന്റ് കിങ്ഡത്തിനകത്ത് വരുന്ന ഒന്ന് രണ്ട് ആൾക്കാരോട് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ലൈക്കൺ ഓൾറെഡി പറഞ്ഞതാണ്, കണ്ടല്ലോ. ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒരു ഹോമോ കൂടെ എഴുതിക്കോ. ലൈക്കണകത്ത് വരുന്ന ആൽഗൽ കമ്പോണന്റിന്റെയും ഫംഗൽ കമ്പോണന്റിന്റെയും എക്സാമ്പിൾസ്. നമ്മൾ ആൽഗയും ഫംഗയും ജനറലി പറഞ്ഞതേ ഉള്ളൂ. ഏതൊക്കെ ആൽഗയാണ് ഏതൊക്കെ ഫംഗസ് ആണ് ജനറലി ഫോം ചെയ്യുന്നത്, ലൈക്കൺ ഉണ്ടാകുന്നത് എന്നുള്ളതും കൂടെ നോക്കി വെച്ചേക്കാം. ക്ലിയർ? നോസ്റ്റോക്ക്, സ്പാഗ്നോ ഒക്കെ ടെറിഷറി ബയോഫ്യൂൽ ആണോ? ടെറിഷറി ബയോഫ്യൂല് ആൽഗൽ സോഴ്സ് ആണ് പറയാം. ടെറിഷറി ബയോഫ്യൂൽ ആയിട്ടാണ് അവരെ കണക്കാക്കുന്നത്. ഞാൻ ചെക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. യൂഷ്വലി നമ്മൾ ഈ ടെറിഷറി ബയോഫ്യൂൽ എന്ന് പറയുന്നത് ആൽഗൽ സോഴ്സ് വെച്ചിട്ടുള്ള ബയോഫ്യൂലിനാണ് ടെറിഷറി ബയോഫ്യൂൽസ് എന്ന് വിളിക്കുന്നത്. സ്പാഗ്നോ, മോസോ ഒക്കെ ടെറിഷറിയിൽ വരുമെന്നുള്ളത് നോക്കിയിട്ട് പറയാം. ഓക്കെ, ബയോഫ്യൂലായിട്ടും ബയോ ഫെർട്ടിലൈസർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ശരി, ഒരാൾ കൂടെ എടുത്ത് വെച്ചേക്കുക, യുഗ്ലീന. പ്ലാന്റ് കിങ്ഡത്തിനകത്ത് വരുന്ന വേറൊരു ഓട്ടോട്രോഫിക് ഓർഗാനിസം ആണ്. കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാമല്ലോ ഓട്ടോട്രോഫിക് ആണോ അല്ലയോ എന്നുള്ളത്. പേരെടുത്ത് വെച്ചിരുന്നാൽ മതി. ഓട്ടോട്രോഫിക്, യുഗ്ലീന. യുഗ്ലീന ഈസ് ഓട്ടോട്രോഫിക്. ഇത്രയാണ് മെയിൻ ആയിട്ട് പ്ലാന്റ് കിങ്ഡത്തിനകത്ത് വരുന്ന നമ്മൾ NCERT മെൻഷൻ ചെയ്തിരിക്കുന്ന കമ്പോണൻസ്. ഒരുപ്പെട്ട എല്ലാവരെയും നമ്മൾ NCERT നിന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചേക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാണ്. 90% ഓഫ് ദ ബാക്ടീരിയ ആർ ഹെട്രോട്രോഫിക്. ട്രൂ ഫോൾസ്? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു 90% ഓഫ് ദി ബാക്ടീരിയ ആർ ഹെട്രോട്രോഫിക്. ട്രൂ ഫോൾസ്? ട്രൂ. വളരെ കുറച്ചൊരു 10% ആൾക്കാർ മാത്രമേ യൂട്രോഫിക് ആയിട്ടുള്ളൂ, ഓട്ടോട്രോഫിക് ആയിട്ടുള്ളൂ. അവരിലാണ് പ്രധാനപ്പെട്ട ആൾക്കാർ വരുന്നത്. ഈ അനബീനെയും നോസ്ട്രോക്കിനെയും പോലുള്ള ആൾക്കാരൊക്കെ വരുന്നത്. സിയാനോ ബാക്ടീരിയ എന്ന് വിളിക്കുന്ന ആൾക്കാർ. ക്ലിയർ?
ഓക്കെ അല്ലേ? ശരി. എത്രയാണ്? ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? നമ്മള് പ്ലാൻ കിങ്ഡത്തിനകത്ത് വരുന്ന റിമൈനിങ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ പറ്റി പറഞ്ഞു. ഇക്കോളജിക്കൽ സക്സഷനെ പറ്റി പറഞ്ഞു. ക്ലിയർ അല്ലേ? ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെയും മറ്റന്നാളും ഞാൻ ക്ലാസ് വെച്ചിട്ടുണ്ട്. സമയമുള്ളതുപോലെ എടുക്കാം. ഞാൻ 2 ഹവേഴ്സ് 2 ഹവേഴ്സ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ടൈമിംഗ് ഞാൻ നാളെ രാവിലെ ഇട്ടേക്കാം. മിക്കവാറും ഫോർനൂണോ മറ്റോ ആയിരിക്കും. ഫോർനൂണോ അല്ലെങ്കിൽ ജസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർനൂണോ മറ്റോ ആയിരിക്കും. ഞാൻ എന്തായാലും രാവിലെ ടൈം ഇട്ടേക്കാം. ഓക്കെ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ കാണാം. പിന്നെ ഇതിൻ്റെ ആൻസറൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണേ. നാളെ ഞാൻ പറയും ഇതിൻ്റെ ആൻസർ. ഓക്കെ ബൈ. ഗുഡ് നൈറ്റ്.